മാറാക്കര പഞ്ചായത്ത് 1-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ഹസൻകുട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. LDF സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ നിലവിൽ 1-ാം വാർഡിൽ വളരെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു കാരണം? 1-ാം വാർഡിൽ ശക്തമായ പോരാട്ടം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 63 വർഷമായി നമ്മുടെ പഞ്ചായത്ത് രൂപീകരണം. ഈ 63 വർഷത്തിൽ കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് കേവലം 10 വർഷമാണ് ഇവിടെ LDFൻ്റെ കയ്യിൽ ഈ ഒരു വാർഡിൽ ഭരണം ഉണ്ടായത്. മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിനകത്ത് ഈ 63 വർഷത്തെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും UDF പിന്തുണക്കുന്ന ഒരു കക്ഷിയോ അല്ലാതെ ഒരു ഇടതുപക്ഷ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു ഭരണം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 63 വർഷക്കാലം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങോട്ട് പോരുന്ന ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിനകത്ത് ഇപ്പോൾ വരുന്നത് മെയിൻ മൂച്ചിക്കൽ വട്ടപ്പറമ്പ് റോഡും നമ്മുടെ ഉദയ കോട്ടക്കൽ റോഡുമാണ്. ഈ 2 റോഡാണ് ഇവിടുത്തെ ഈ വാർഡിനകത്ത് വരുന്ന ഏറ്റവും മെയിൻ റോഡുകൾ. ഈ 2 റോഡും ഞങ്ങളാരും പറയാതെ തന്നെ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചാനലിൽ പിടിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു വല്ലാത്ത ഒരു പോരായ്മകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യത്തിനും വേണ്ട രീതിയിൽ ഇടപെടാനോ ആ കാര്യങ്ങൾ നിർവഹിക്കാനോ ഇന്ന് ഒരേ ഭരണം നിലവിലുള്ളത് കൊണ്ട് അതിന് അവർ ശ്രമിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ പോയാലും ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും, ഞങ്ങളുടെ കൂടെ തന്നെ ജനങ്ങളുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഇതുവരെയുള്ള കാലഘട്ടം. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ഏറെ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഞാനൊക്കെ ഒരു 3 പ്രാവശ്യത്തോളം ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഈ ഒരു വികാരം നിലനിൽക്കുകയാണ്. കാരണം ഞങ്ങൾ ഇത്ര കാലം വോട്ട് ചെയ്തിട്ടും നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 1-ാം വാർഡിൽ ഏറ്റവും അധികം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു അങ്കണവാടി എന്നുള്ളതാണ്. ഇത്ര കാലം ഇവിടെ ഇവർക്ക് ഭരണം നടത്തിയിട്ടും ഈ വാർഡിൽ ഒരു അങ്കണവാടി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. 15 വർഷം മുമ്പ് നമ്മുടെ ബാവാക്ക മെമ്പറായിരിക്കുന്ന സമയത്താണ് ഒരു 1-ാം വാർഡിന് വേണ്ടി ഒരു അങ്കണവാടി കൊണ്ടുവന്നത്. പിന്നെ അത് വാർഡ് വിഭജനത്തിൻ്റെ പേരിൽ 2-ാം വാർഡിലേക്ക് പോയി. ഇപ്പോൾ വാർഡ് വീണ്ടും വിഭജിച്ചപ്പോൾ ഇതിപ്പോൾ 1-ാം വാർഡിലായിട്ടുണ്ട്. പക്ഷേ 20 കൊല്ലത്തോളം പഴക്കമുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഴക്കമുള്ള അങ്കണവാടിയിലേക്ക് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. അന്നത്തെ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഒരുപാട് മാറി. 15 കൊല്ലം 20 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാർഡിലേക്ക് ഒരു വർഷം കിട്ടുന്ന ഫണ്ട് കേവലം 85,000 1 ലക്ഷം രൂപയാണ്. ഇന്നതല്ല. ഇന്ന് ഒരു വർഷത്തിൽ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ അത് കുറവാണ്. ആ രൂപത്തിലേക്ക് ഫണ്ട് വന്നിട്ട് പോലും ഒരു കുടിവെള്ള പ്രശ്നത്തിന്, ആ അങ്കണവാടിയിലെ കുട്ടികളുടെ ഒരു കുടിവെള്ള പ്രശ്നത്തിന് പോലും പരിഹാരം കാണുന്നതിന് ഇവർ ശ്രമിച്ചില്ല, താല്പര്യമില്ല. അപ്പോൾ അവർ പറയുന്നത് അവിടെ അത് 2-ാം വാർഡിലായിരുന്നു, അവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന്. 2-ാം വാർഡിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ഞങ്ങളെ മെമ്പറാണെങ്കിൽ പോലും പഞ്ചായത്ത് അനുവദിച്ച് കിട്ടണ്ടേ? അപ്പോൾ ഇവർ അവരുടേതായിട്ടുള്ള വാർഡുകളിലേക്ക് സ്വന്തമായ കാര്യങ്ങൾ നിർവഹിക്കാനും അതേപോലെ തന്നെ കിട്ടാവുന്ന ഫണ്ട് പരമാവധി അവരവരുടെ സ്വന്തം കീശയിലേക്ക് വീർപ്പിക്കാനും അല്ലാതെ മറ്റ് ജനോപകാരപ്രദമായ ഒരു കാര്യത്തിനും ചെലവഴിക്കുന്നതിൽ ശ്രമം നടത്തിയിട്ടില്ല. 200-200-ൽ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ലീഗിന് മുന്നോട്ട് നിൽക്കുന്നത്. ഏറ്റവും വലിയ ശക്തി ലീഗാണ്. ഞങ്ങളതിപ്പോഴും അംഗീകരിക്കുന്നതാണ്. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഒരിക്കലും കാണാതിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ അതിൽ നിന്ന് ഇന്ന് മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുഴുവൻ ജനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 1-ാം വാർഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം ഞങ്ങൾക്കത് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള അവസ്ഥയിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് മാറാക്കര പഞ്ചായത്ത് ഈ പ്രാവശ്യം ഒരു ഭരണമാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും. ആ ഭരണമാറ്റത്തിൽ അത് 1-ാം വാർഡിൽ നിന്ന് 1-ാമതായി ഞങ്ങൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. മാറാക്കര പഞ്ചായത്ത് 1-ാം വാർഡ് UDF സ്ഥാനാർത്ഥി അബൂബക്കറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. 15 വർഷത്തോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് നമ്മളെ വാർഡിൽ മെമ്പറായിട്ട് വിജയിച്ച് വന്നിട്ടുള്ളതും. അതിൻ്റെ രീതിയിൽ തന്നെ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല മാർജിനിൽ ഇതുവരെ UDF ഐക്യജനാധിപത്യ മുന്നണി വിജയിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വാർഡിൽ സമഗ്ര മേഖലയിലുള്ള വികസനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ തന്നെ ജനങ്ങൾ ആ രീതിയിൽ തന്നെ UDF ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ ഉണ്ടാകും എന്നുള്ള 100% പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ മറ്റുള്ള വാർഡുകളിലൊക്കെ മാറാക്കര പഞ്ചായത്തിന് മറ്റുള്ള വാർഡുകളിലൊക്കെ പലരും UDFൽ നിന്ന് പോയൊരു സാഹചര്യമുണ്ട്. അവരിപ്പോൾ മറ്റുള്ള പാർട്ടികളിലും സ്വതന്ത്രമായിട്ടൊക്കെ മത്സരിക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളായിട്ട്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അത് പാർട്ടിയുടെ ഒരു പ്രശ്നമായിരിക്കുമോ അതോ വ്യക്തിപരമായിരിക്കുമോ? എന്താണ് അതിനെപ്പറ്റി ഒരു UDFൻ്റെ അനുഭാവി എന്ന രീതിയിൽ താങ്കൾക്ക് പറയാനുള്ളത്? UDFൻ്റെ അനുഭാവി എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ടി നേതൃത്വം നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിലുണ്ടായിരുന്ന പല ആളുകളും തൊട്ടടുത്ത വാർഡുകളിൽ നിന്നും മറ്റുള്ള വാർഡുകളിലൊക്കെ ഇപ്പോൾ
LDF സ്ഥാനാർത്ഥികളായിട്ടൊക്കെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയും. കാരണം ഒരു വാർഡിൽ അപേക്ഷിച്ചിടത്തോളം ഒരു വാർഡ് മെമ്പർ ആവുക എന്നുള്ളതിനപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത്, MLA MP ഫണ്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാർഡിൻ്റെ സമഗ്ര മേഖലയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റുള്ള ഏരിയയിൽ കാരണം ആളുകൾ ഒരുപാട് എന്താ പറയുക സ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മറുകണ്ഠം ചാടുക, തിരിച്ച് 5 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസ്ഥാന കേന്ദ്രം മുതൽ കേരളം എല്ലാ ഇതിലും കാണുന്നതാണ്. അതിൻ്റെ ഒരു മാറ്റങ്ങൾ നമ്മളെ പഞ്ചായത്തിലും മറ്റുള്ള വാർഡുകളിലും കാണുന്നുണ്ട്. അതത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ 1-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം 1867 വോട്ടുകളും ഏകദേശം 500-ൽ താഴെ വീടുകളുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ വാർഡിൻ്റെ എല്ലാ മേഖലയും അടിസ്ഥാന സൗകര്യങ്ങളും ലൈറ്റ്, റോഡ്, മറ്റുള്ള എല്ലാ പദ്ധതികളും വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു വാർഡ് വിഭജനം നടന്നതിന് മുൻപായിട്ട് 2-ാം വാർഡിലുണ്ടായിരുന്ന ഒരു പ്രദേശം മൊത്തം ഇപ്പോൾ വാർഡ് 1-ലേക്കായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സന്തോഷത്തിലാണിപ്പോൾ. കാരണം വാർഡ് 1-ലേക്ക് വരുമ്പോൾ, കാരണം നമ്മൾ വാർഡ് 2-ൽ നിൽക്കുമ്പോൾ വാർഡ് 1-ലുള്ള ഈ ഒരു ഭാഗത്തുള്ള വികസനങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ. പ്രത്യേകിച്ച് നമ്മളെ ഗർഭിണികളും മറ്റുള്ള അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് അവരെ വാർഡിലേക്ക് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് അവർ ഓട്ടോ ഇറങ്ങിയിട്ട് നടക്കുന്നത് നമ്മളെ വാർഡിലാണ്, 1-ാം വാർഡിലാണ് അവർ റോഡ് ഇറങ്ങിയിട്ട് പിന്നെ 2-ാം വാർഡ് പോകുന്നത്. വളരെ ദുർഘടമായ അവസ്ഥയിലുള്ള റോഡുകളാണ്. അപ്പോൾ ആ ഏരിയകളും അവിടെ നമുക്ക് പകൽ പോലെ നമുക്ക് അവിടുത്തെ രാത്രി ഒക്കെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും അവിടുത്തെ എല്ലാ റോഡുകളും കോൺക്രീറ്റ് ടാറിങ് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരാനും സാധിക്കും. അതോടൊപ്പം തന്നെ വാർഡിൻ്റെ മൊത്തം മേഖലയിൽ ആരോഗ്യ മേഖലയിലാണ് സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി പോലുള്ള, അതുപോലെ എഡ്യൂക്കേഷൻ. നമുക്കറിയാം നമ്മളെ നാട്ടിൽ എഡ്യൂക്കേഷൻ ഒരുപാട് സ്കോളർഷിപ്പ് സംവിധാനങ്ങളും അതേപോലെ തന്നെ കരിയർ ഗൈഡൻസ് പോലുള്ള സംവിധാനങ്ങൾ അവർക്ക് കോച്ചിങ് സെൻറ്റർ പോലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് കോച്ചിങ് കൊടുക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ കലാകായികപരമായിട്ടുള്ള നമ്മളെ വാർഡിൽ ഒരുപാട് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് നമ്മളെ വാർഡിലുള്ള ക്ലബ്ബുകളാണ് യാഫ, അതേപോലെ തന്നെ ഫിഫ മുള്ളമട, അതേപോലെ തന്നെ സിറ്റി ബോയ്സ്. ഇതാണ് നമ്മളെ പ്രധാനമായിട്ടുള്ള 3 ക്ലബ്ബുകൾ. അപ്പോൾ ഈ ക്ലബ്ബിലൊക്കെ നല്ല കലാകായികപരമായിട്ട് നല്ല കഴിവുള്ള ഒരുപാട് പ്രതിഭകളുണ്ട്. അവർക്കൊക്കെ മുന്നോട്ട് വരാനും നല്ല രീതിയിൽ അവരെ പ്രതിഭകൾ വീണ്ടും അവരെ ഉള്ളിലുള്ള പ്രതിഭകളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ അതിനുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ വെക്കും ഇൻഷാ അല്ലാഹ്.